സുജി, ആദ്യഘട്ടത്തിൽ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കാൻ പാലക്കാട്ടെ വലിയ ഒരു ശ്രമം ഉണ്ടായതില്ല. ഇതിന് കാരണമായത് ചില ആളുകൾ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പാലക്കാട് പറഞ്ഞ് നടക്കുകയും ചെയ്തിരുന്നു. കാരണം രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിലെ തന്നെ വലിയൊരു വിഭാഗം രംഗത്തേക്ക് വരുന്നു. അവരെല്ലാം നാട്ടിലിറങ്ങി രാഹുലിന് തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തുകയും ചെയ്തു. ആ സമയത്തെല്ലാം ജനങ്ങളും ഒരുപക്ഷെ ഒരു ചെറിയ തോതിലെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം രാഹുൽ അനുകൂലിച്ച് വിശ്വസിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനിടയിലാണ് അതിജീവിതയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലെ ഏറ്റവും സുപ്രധാനപരമായിട്ടുള്ള ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് പരാതി നൽകുന്നു. ഇതിനോടൊപ്പം തന്നെ പിന്നീട് പാലക്കാട്ടുകാർ മുഴുവൻ തന്നെ രാഹുലിനെ എതിരാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ രാഹുൽ എത്രയും പെട്ടെന്ന് രാഹുലിനെ പുറത്താക്കണമെന്നൊരു ആവശ്യം വരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ രാഹുലിനെ വലിയ രീതിയിൽ രാഹുൽ ഈ വിഷയം അല്ലെങ്കിൽ രാഹുലിൻ്റെ വിഷയം വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തൽ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രാഹുലിനെ എതിരെ അല്ലെങ്കിൽ രാഹുലിനെ തള്ളിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇനി എത്രയും പെട്ടെന്ന് രാഹുലിനെ ഈ MLA സ്ഥാനത്ത് നിന്നുകൂടി നീക്കണം എന്നൊരു ആവശ്യമാണ് കോൺഗ്രസിനകത്ത് നിന്ന് പാലക്കാടിനകത്ത് നിന്നെല്ലാം ഉയരുന്ന പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് രാഹുലിനെ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ രാഹുലിനെ MLA സ്ഥാനത്ത് നീക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നൊരു അഭിപ്രായത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് എല്ലാം ഇപ്പോൾ പാലക്കാട്ടുകാർ കടക്കുന്നു. കാരണം ഒരു വർഷത്തിനിടയിൽ ഇത്തരത്തിൽ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒരു MLAക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അതും ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പാലക്കാട്ടുകാർ രാഹുലിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത്. അതേ MLA ആണ് ഇത്തരത്തിൽ നാടിന് കാവലാവേണ്ട ഒരു MLA ആണ് ഇത്തരത്തിലൊരു പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറിക്കൊണ്ട് അവരെ വലിയ രീതിയിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ശാരീരിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ ഒരാൾ തങ്ങളുടെ MLA ആയി തുടരുന്നതിൽ പാലക്കാട്ടുകാർക്ക് വലിയൊരു വിയോജിപ്പുണ്ട്. അത് കോൺഗ്രസിനകത്ത് പോലും ഉണ്ട്. ആ കോൺഗ്രസിനകത്തെ ആ വിയോജിപ്പ് അത് ഇന്നിപ്പോൾ നേതാക്കൾ തുറന്നു പറയുന്ന സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ DCC പ്രസിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിക്കോട്ടെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് രാഹുലിനെതിരെ പറയുന്ന പെൺകുട്ടികളെ മോശം രീതിയിൽ പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി പാലക്കാട്ട് തന്നെ വന്നു കയറിയിട്ടുണ്ടോ? പോയത് പാലക്കാട് നിന്നാണ് 27-ാം തീയതി. തിരിച്ച് അതേ രീതിയിൽ 8-ാം പക്കം പാലക്കാട്ട് തിരിച്ചു വന്ന് കയറിയിട്ടുണ്ടോ? കീഴടങ്ങാൻ തയ്യാറെടുക്കുകയാണോ? അതൊക്കെ അറിയണം. നമുക്കൊപ്പം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിംഗ്. കോടതിയിൽ ഇന്ന് 25 മിനിറ്റ്, ഇന്നലെ 1.5 മണിക്കൂർ ഹാജരാക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളും കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിന്മേലുള്ള ഒരു വാദത്തിനപ്പുറം ഒരു മിനി ട്രയൽ പോലെയുള്ള ഒരു സാഹചര്യമല്ലേ നമ്മൾ കോടതിയിൽ കണ്ടത്? ഈ മുൻകൂർ ജാമ്യാപേക്ഷയും അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഉപഹർജിയും ഒക്കെ പരിഗണിക്കുമ്പോൾ സുജയ ഭഗവതി, വെരി ഗുഡ് ഈവനിങ്. അങ്ങനെ തന്നെയാണ് കോടതിയിൽ ഇതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അറസ്റ്റ് തടയുമോ എന്നതിലൊരു ഇടക്കാല ഉത്തരവായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ജാമ്യാപേക്ഷയിലെ വിധി തന്നെ 2:21 കോടതി മുറിയിലെത്തി അത് പറയുകയായിരുന്നു, വിധി പ്രസ്താവിക്കുകയായിരുന്നു. ഒറ്റ വാചകത്തിലാണ് അക്കാര്യം പറഞ്ഞു തീർത്തത്. പെറ്റീഷൻ ഈസ് ഡിസ്മിസ്ഡ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അത് പറയുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്ന വാർത്ത റിപ്പോർട്ടർ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിൽ നമ്മൾ ഈ വാദത്തിന്റെ കാര്യം പരിശോധിച്ചാൽ നമ്മൾ അക്കാര്യത്തിൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് മുന്നിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഇത് ഈ ഗർഭഛിദ്രത്തെ സംബന്ധിച്ച് ഇത് ആ യുവതി, ആ പെൺകുട്ടി അതിജീവിത സ്വയം തീരുമാനമെടുത്ത് നടപ്പാക്കിയ ഒരു കാര്യമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉണ്ടായിരുന്ന വാദം. പക്ഷേ കോടതിയിൽ എത്തുമ്പോഴത്തേക്കും അടച്ചിട്ട കോടതി മുറിയിൽ വാദം നടക്കുമ്പോൾ ആ വാദത്തിൽ നിന്ന് പിന്നോട്ടേക്ക് പോവുകയാണ്. അത് ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഗർഭഛിദ്രമാണ് സംഭവിച്ചത് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത്. അതിനെ പ്രോസിക്യൂഷൻ എതിർത്തത് പ്രധാനമായും ഇത് ഒരു ഫോഴ്സ്ഫുൾ നിർബന്ധിതമായ ഗർഭഛിദ്രമാണ് നടന്നത് എന്ന കാര്യം വ്യക്തമാക്കി. അത് മാത്രമല്ല, ഇതിന് ആധാരമായ മെഡിക്കൽ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ എത്തിക്കുന്നതിന് പ്രോസിക്യൂഷനും പോലീസിനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തലിന് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് മറ്റൊന്ന് ഉയർന്നു വന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്നതായിരുന്നു. പക്ഷേ ആ വാദത്തെയും മറികടക്കാൻ പ്രോസിക്യൂഷനും പോലീസിനും കഴിഞ്ഞു. SITക്ക് പ്രത്യേകമായി അത് കഴിയുകയും ചെയ്തു. അത് പറഞ്ഞത് CPIM-ഉം BJP-യും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് അതിജീവിത പരാതിയുമായി